എന്നെ കണ്ടിട്ട് പൊട്ടനായിട്ട് തോന്നുന്നുണ്ടോ? സത്യം പറഞ്ഞാൽ വിഷമാവോ? ഇനി എന്റെ ഭാര്യ പോകുന്നിടത്തുമില്ല എന്നറിയ കണ്ട. എന്തിനാട്ടോ കുഞ്ചാക്കോവന്റെ ശരീരം വെച്ച് ഭീമരഘുവിനെ പോലെ പെരുമാറുന്നത്? ലാസ്റ്റ് വാണിങ്, കുഞ്ചാക്കോ പോകുമ്പോ പോയിന്ന് പറഞ്ഞേക്ക്. ചാക്കോച്ച ചായ കുടിച്ചിട്ട് പോവാ. നാറയ്ക്ക് കലക്കി കൊറ. പിന്നെ 50 കോടിയുടെ ബിസിനസ് ഡീലല്ലേ ഞാൻ അവിടെ നടത്തിയത്. സത്യത്തിൽ എന്നെ ആ കുട്ടി വശീകരിക്കാൻ നോക്കി, എനിക്കൊന്നും അറിയില്ല. ദേ കൊച്ചു വഴിയെടുത്തും വലിയ വഴിയെടുത്തും ഒരു കാര്യം പറഞ്ഞേക്കാം. ഇപ്പൊ 33ാമത്തെ ആളാ വീട്ടിൽ കയറി വന്ന് 2ന്റെ കോഴിത്തരം വിളമ്പുന്നത്. അത് 28 ആരുടെയാണ് ചോദിച്ചു? എന്റെ ഒന്നുമില്ലല്ലോ, ഈ 2 തന്തയല്ലേ നിങ്ങള്? അങ്ങനൊക്കെ ചോദിച്ചു അല്ലേ? അയ്യോ ആണ് ചേട്ടാ, എന്റേത് പ്രായത്തിന് ഞരമ്പാന്ന് പറയാം, അയഗ്രി. പക്ഷെ ഇതൊന്നും ഞരമ്പ് പൊട്ടി കിടക്കുന്ന അസുഖമാണ് മോനെ, വെരിക്കോസ്. ചികിത്സ പറഞ്ഞു തരട്ടെ? ഒരു നല്ല ഈർക്കിൽ അങ്ങോട്ട് എടുത്തിട്ട് നിങ്ങളെ പുഞ്ഞ് എന്റെ വാവല്ലാണ്ട് വരുന്നു. നിങ്ങൾ അമ്മ മരിച്ചു പോയപ്പോ നിങ്ങൾക്ക് അമ്മയുടെ ഒരു വാത്സല്യം വേണോന്ന് എനിക്ക് തോന്നി. യോ, കേരളത്തിൽ ഇത്ര അമ്മമാരുടെ വാത്സല്യം ഞങ്ങൾക്ക് വേണ്ട. ഇനി അച്ഛൻ പെമ്പിള്ളാരുടെ പിറകെ പോവൂല. ആന്റിമാരുടെ പൊക്കോട്ടെ, പോവൂല. അതെനിക്ക് ബാധകമാണോ? ഞാൻ ചോദിച്ചോറല്ല. എന്തായാലും ഇത്ര ഓവറല്ല. ഹലോ, ആ ഞരമ്പിന്റെ മോൻ തന്നെ. കുടുംബശ്രീയിലെ 12 പെണ്ണുങ്ങളെ നോക്കി പീഡിപ്പിച്ചെന്നാണ് ആ പരാതി ഗംഗാധരനെതിരെ. പുള്ളി അവിടെ അടുത്തുണ്ടോ? അല്ല സാർ, നോക്കിയൊക്കെ എങ്ങനെയാ സാർ പീഡിപ്പിക്കുന്നത്? അത് തന്നെയാണ് ഇപ്പൊ ഡിപ്പാർട്ട്മെന്റും തലകുത്തി ആലോചിച്ചോണ്ടിരിക്കുന്നത്. നോക്കിയപ്പോ തന്നെ ഇങ്ങനെ അങ്ങനെ ഉരിയാടിയാലുള്ള അവസ്ഥ. എന്തായാലും ആ മഹാനെ ഒരുക്കി നിർത്തിയരാം. നമ്മള് വെള്ളി വിലങ്ങുമായിട്ട് വൈകിട്ട് അങ്ങോട്ട് വരാം സാർ. വെള്ളി വിലങ്ങുന്നു ഇല്ല, സ്വർണ്ണ വിലങ്ങ് വെച്ച് തരും. ഗംഗാധരൻ കാമനോട്ടം, ആ കാമനോട്ടം പോടാ തൊട്ടി ചാടി. ഇത്ര ആള് നാട്ടുകാർ കയറി ഇറങ്ങായിരുന്നു, ഇപ്പൊ പോലീസുകാരായി. നമ്മുടെ കുടുംബത്തിലെ ആദ്യത്തെ പെണ്ണ് സല്ലേട്ടാ. എനിക്ക് മുന്നേ അച്ഛനത് നേടി. കൺഗ്രാറ്റ്സ് ഡാഡ്. താങ്ക് യു. അപ്പൊ പ്ലേയങ്ങൾ ഒരുങ്ങിയിരുന്നോ? വന്ന് ഹോൺ അടിക്കുമ്പോ പൊക്കോ. ചില്ലറ ഞരമ്പൊന്നുമല്ല കാണിച്ചു വെച്ച്. ശൈലജ, ഞാനിന്ന് ഉച്ചക്ക് വന്നോട്ടെ. വൈകിട്ട് എന്നെ കൊണ്ടുപോയൊരു സ്കൂൾ വണ്ടി വരും. ഒന്ന് മനസ്സിലാക്കി ശൈലജ, നീ അവസ്ഥ ഉണ്ടല്ലേ.